കോഴിക്കോട് വലിയങ്ങാടിയിൽ അതിദാരുണമായ അപകടമുണ്ടായിരിക്കുന്നു. 3 തൊഴിലാളികൾക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു. ജോലിക്കിടെയാണ് ഈ അപകടമുണ്ടായത്. കെട്ടിടത്തിൻ്റെ സൺഷെയ്ഡ് താഴേക്ക് പതിക്കുകയായിരുന്നു. അതിനടിയിൽപ്പെട്ട് 3 പേർക്ക് ദാരുണാന്ത്യം. അതിന് പുറമെ 2 പേർ കൂടി ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. ടി അനീസലിയാണ് കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ നിന്ന് വിവരം നൽകാനുള്ളത്. അനീസലി, ഈ മരിച്ച 3 പേരുടെ മേൽവിലാസം കൃത്യമായോ? നിലവിൽ 3 പേർ മരിച്ചു. ആ ആളുകളുടെ മുഴുവൻ പേരുടെയും മേൽവിലാസങ്ങൾ കൃത്യമായി ലഭ്യമായിട്ടില്ല. നിലവിൽ ജബ്ബാർ, അഷ്റഫ്, ബഷീർ 3 പേരാണ് മരിച്ചിട്ടുള്ളത്. ഇതിൽ ഏറ്റവും അവസാനം സ്ഥിരീകരിച്ച മരണം ബഷീറിൻ്റെയാണ്. ബഷീർ അത്തോളി സ്വദേശിയാണ് എന്നാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ ജബ്ബാർ എന്ന് പറയുന്നത് കിണാശ്ശേരി സ്വദേശിയാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. അതേസമയം അഷ്റഫ് എവിടെയുള്ള ആളാണ് എന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല. ഇനി ബീച്ച് ആശുപത്രിയിൽ ഒരാൾ കൂടി ചികിത്സയിലുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഒരാളെ കൊണ്ടുപോയിട്ടുണ്ട്. ഈ 2 പേരുടെ നില എന്താണ് എന്നത് സംബന്ധിച്ചും ഇപ്പോൾ വിവരങ്ങളില്ല. ഏതായാലും കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലുള്ള ഒരാളുടെ നില അത്ര ഭയാനകമല്ല, പേടിക്കേണ്ടതില്ലാത്തൊരു സാഹചര്യത്തിൽ ഒരവസ്ഥയാണ് എന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. 4 പേരെയാണ് ബീച്ച് ആശുപത്രിയിലേക്ക് 5 പേരെ ആദ്യം ബീച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. അതിൽ ഒരാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരുന്നു. ഈ 4 പേരിൽ, അതായത് ബീച്ച് ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്ന 4 പേരിൽ 3 പേരുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇനി ഒരാൾ കൂടി ചികിത്സയിലുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ നില ആശങ്കാജനകമല്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും അതിദാരുണമായ രംഗങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. ബന്ധുക്കളൊക്കെ ഈ വിവരങ്ങൾ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. ഈ മരിച്ച ആളുകളുടെ ബന്ധുക്കൾ ഇവിടെ എത്തിയത് വളരെ കുറച്ച് പേര് മാത്രമാണ്. ആ ആളുകൾ ഇത് അറിയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അത് നമുക്ക് അങ്ങോട്ട് ക്യാമറ തിരിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അവർ വൈകാരികമായ രംഗങ്ങളാണ്. അതോടൊപ്പം തന്നെ ഈ ബന്ധുക്കളല്ലാതെ കൂടെ ജോലി ചെയ്തിരുന്ന 10-40 വർഷമൊക്കെ ആയി ജോലി ചെയ്യുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ നമുക്കതിൻ്റെ ഒരു ബന്ധം ഊഹിക്കാവുന്നതേ ഉള്ളൂ. അവർ ആ ബീച്ച് ആശുപത്രിയിൽ ഏറ്റവും സാധാരണക്കിടയിലുള്ള, ഏറ്റവും താഴേക്കിടയിലുള്ള കയറ്റിറക്ക് തൊഴിലാളികൾ, ചുമട്ടു തൊഴിലാളികളൊക്കെ ആണ് ഈ മരിച്ചത്, അപകടത്തിൽപ്പെട്ടത്. ഈ ഗോഡൗണിൽ ജോലി ചെയ്തിരുന്ന ആളുകളാണ്. അവർ ഈ സാധനങ്ങൾ ഇറക്കി വെക്കുകയും മാറ്റുകയൊക്കെ ചെയ്യുന്ന തൊഴിലാളികളാണ്. ആ കാലപ്പഴക്കം കൊണ്ട് ഈ കെട്ടിടത്തിൻ്റെ സൺഷെയ്ഡ് ഇടിഞ്ഞു വീണാണ് ഈ 5 പേരും ഇതിൽ അപകടത്തിൽപ്പെട്ടത്. ഇവരെ ഒരുവിധം പുറത്തെടുത്ത് പെട്ടെന്ന് ലഭ്യമായ ആശുപത്രി മേയറും മറ്റ് കൗൺസിലർമാരും ഒക്കെ ബീച്ച് ആശുപത്രിയിൽ എത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തെങ്കിലും പ്രതികരിക്കാൻ തയ്യാറായോ? കോഴിക്കോട് മേയർ സദാശിവൻ നമ്മൾ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് ഈ കെട്ടിടം അവർ നേരത്തെ പരിശോധനകളൊക്കെ നടത്തിയിരുന്നു. പക്ഷേ ഈ പരിശോധനകൾ എപ്പോഴെങ്കിലും ഇത് അൺഫിറ്റ് ആണ് എന്നൊരു റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കെട്ടിടം പൊളിക്കാൻ ഉത്തരവിട്ടിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ കെട്ടിടത്തിൽ ജോലി ചെയ്യുന്ന ആളുകളോട്, തൊഴിലാളികളോട് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടില്ല. ഈ അൺഫിറ്റ് ആണ് എന്ന റിപ്പോർട്ട് ലഭിക്കാത്തത് കൊണ്ടാണ് അത് ചെയ്തത് എന്നാണ് മേയർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായ സാഹചര്യത്തിൽ ഈ കെട്ടിടം അങ്ങേയറ്റം പഴകിയ നിലയിലും കാലപ്പഴക്കത്താൽ ദ്രവിച്ച നിലയിലുമാണ്. അത് ഒറ്റനോട്ടത്തിൽ തന്നെ വ്യക്തമാകുന്നതാണ്. ഇനി അത് സംബന്ധമായ അടിയന്തരമായ തീരുമാനങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ മേയർ പിന്നെ ഒരു കാര്യം നമ്മൾ ചോദിച്ചത്, ഇപ്പോൾ ചികിത്സയിലുള്ള 2 ആളുകളുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് ആശുപത്രിയിൽ നിന്ന് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്നാണ്. അത് സംബന്ധിച്ച് മേയർക്കും ഇപ്പോൾ കൃത്യമായ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. അത് അദ്ദേഹം ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോവുകയാണ്. അവിടുത്തെ വിവരങ്ങൾ അദ്ദേഹത്തിന് ലഭ്യമായി വരുന്നേ ഉള്ളൂ. അതോടൊപ്പം തന്നെ ബീച്ച് ആശുപത്രിയിലെ ആളുടെ നില സംബന്ധിച്ചും അദ്ദേഹത്തിന് നിലവിൽ വിവരങ്ങളില്ല. ഈ 3 പേർ മരിച്ചു എന്നത്, അവരെ കാണാനാണ് അദ്ദേഹം ഈ ബീച്ച് ആശുപത്രിയിലേക്ക് ഓടിയെത്തിയത്. മറ്റുള്ള ആളുകളെ കൂടി, മറ്റുള്ളവരുടെ ആരോഗ്യ നില കൂടി അദ്ദേഹം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ കെട്ടിടം അങ്ങേയറ്റം കാലപ്പഴക്കത്താൽ ദ്രവിച്ച നിലയിലായിരുന്നു എന്നത് ഒറ്റനോട്ടത്തിൽ കാണാവുന്നതാണ്. അത് ഇത്രയും നിരന്തരം പരിശോധനകൾ നടത്തിയിട്ടും അത് എന്തുകൊണ്ടാണ് അൺഫിറ്റാണ് എന്ന റിപ്പോർട്ട് ലഭ്യമാകാതിരുന്നത് എന്നത് സംബന്ധിച്ചൊക്കെ ഇനി വരും ദിവസങ്ങളിൽ വലിയ ചർച്ചകളുണ്ടാകും. കാരണം ആ ഒരു പരിശോധന, വിദഗ്ധ എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിലുള്ള പരിശോധന ഒന്നും നടത്താതെ തന്നെ ഒറ്റനോട്ടത്തിൽ നമുക്ക് കാണുമ്പോൾ തന്നെ ആ കെട്ടിടം കാലപ്പഴക്കത്താൽ ദ്രവിച്ചതാണ് എന്ന് കാണും. ഈ ബീച്ചിനോട് ചേർന്നുള്ള ഒരു കെട്ടിടമാണ്. അതുകൊണ്ട് ഈ ഉപ്പുകാറ്റേറ്റ് ഇതിൻ്റെ ഈ കമ്പികളൊക്കെ ദ്രവിക്കുന്നത് നമുക്കിപ്പോൾ തന്നെ കാണാവുന്നതാണ്. ഇപ്പോഴും ആ പൊട്ടിപ്പൊളിഞ്ഞ ഭാഗമല്ലാതെ ബാക്കി ഭാഗങ്ങളിൽ നിന്ന് സിമൻറ്റ് അടർന്നു വീഴുന്ന കാഴ്ച ഇപ്പോഴും അവിടെ ഉണ്ട്. അങ്ങനെ ഒരു കാലപ്പഴക്കത്താൽ, അതായത് ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ഒരു കെട്ടിടം എന്നൊക്കെയാണ് പ്രദേശവാസികൾ പറയുന്നത്. അതിൻ്റെ കൃത്യമായ ഒരു പരിശോധന നമ്മൾ നടത്തിയിട്ടില്ല. എന്തായാലും അങ്ങേയറ്റം കാലപ്പഴക്കമുള്ളതാണ്, വലിയ പഴക്കമുള്ളൊരു കെട്ടിടമാണ് എന്ന് വ്യക്തമാണ്. ആ ഒരു കെട്ടിടത്തിൽ ഇവർ ഇത്രയും കാലം ജോലി ചെയ്തു.
നമ്മോട് സംസാരിച്ച തൊഴിലാളികളിൽ ഒരാൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നത് ഇത് പല തവണ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇത് ഇവിടുന്ന് മാറ്റാൻ നിർദ്ദേശം നൽകുമെന്നൊക്കെ, പക്ഷേ എന്തെങ്കിലും ഒരു ഘട്ടത്തിൽ ഷാർപ്പായിട്ട് ഒഴിഞ്ഞു പോകണമെന്നോ കെട്ടിടം പൊളിക്കുന്നു എന്നോ ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് ഈ തൊഴിലാളികൾ പറഞ്ഞത്. എന്തായാലും അതുകൊണ്ട് തന്നെ കൃത്യമായ എന്തെങ്കിലും ഒരു നിലപാട് അവർ അവിടെ നിന്ന് ഇറങ്ങി പോകാനോ അല്ലെങ്കിൽ ഈ കെട്ടിടം പൊളിക്കാൻ മാറ്റിവെച്ചതാണ്, അത് പഴകിയ നിലയിലാണ്, അവിടെ ജോലി ചെയ്യാൻ കഴിയില്ല എന്നൊരു നിർദ്ദേശമൊന്നും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് വാക്കാൽ ഇതിന്റെ അപകടാവസ്ഥ പറയും. അത് പഴയ കെട്ടിടമാണ് എന്ന് എല്ലാവർക്കും അറിയാം. അത് കോർപ്പറേഷൻ അധികൃതർക്കറിയാം, കെട്ടിടത്തിന്റെ ഉടമയ്ക്കറിയാം, തൊഴിലാളികൾക്കറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷേ കെട്ടിടം അവിടെ നിൽക്കുകയും അവസാനം അത് അപകടത്തിൽപ്പെടുകയും 3 ജീവനുകൾ പൊലിയുകയും ചെയ്തു എന്നുള്ളതാണ് സത്യം.